നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 26 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ കൂടി. മന്ത്രി കെ രാജൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം ഇംഗ്ലീഷ് വിഭാഗം ഡയറക്ടർ റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ പൌരോഹിത്യ സുവർണ ജൂബിലി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. SC/ST വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് പരിധി 2.5 ലക്ഷം എടുത്തുകളയാൻ കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെടണമെന്ന് VT ബൽറാം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം യാത്രികരെ വലച്ചില്ല. KSRTC 12 അധിക സർവീസുകൾ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ 71 മേഖലകളിൽ 25 സെന്റ് വരെ സൌജന്യ ഭൂമി തരം മാറ്റത്തിന് അർഹരായ മുഴുവൻ പേരുടെയും അപേക്ഷകൾ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അദാലത്തിലൂടെ തരം മാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് റവന്യൂ മന്ത്രി. ഒല്ലൂർ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ 26 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ. ഈ സർക്കാർ 3 വർഷക്കാലം പൂർത്തിയാക്കുമ്പോൾ 1,80,877 പട്ടയങ്ങൾ നൽകി. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നേട്ടമാണിത്. പൊതുജനങ്ങൾക്ക് സമയബന്ധിതമായും സങ്കീർണതകളില്ലാതെയും പദ്ധതികളും ആവിഷ്കരിച്ചു. ഒല്ലൂർ മുൻപ് പഞ്ചായത്തായിരുന്നപ്പോൾ പണം നൽകി വാങ്ങിയ പ്രദേശം പിന്നീട് കോർപ്പറേഷനായപ്പോൾ ചട്ടങ്ങളിലുണ്ടായ പ്രയാസങ്ങൾ കാരണം പട്ടയം ലഭിക്കാതെ പോയവർക്ക് ഒക്ടോബറിൽ പട്ടയം നൽകും. പ്രവാസികളായ മലയാളികൾ തങ്ങളുടെ ഭൂമിക്ക് നികുതി അടയ്ക്കാൻ പറ്റാത്ത പ്രശ്നം ഉന്നയിച്ചിരുന്നു. 100 ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് ഒക്ടോബർ 20-ന് ഇന്ത്യക്ക് പുറത്തുള്ള 10 രാജ്യങ്ങളിലെ മലയാളി പ്രവാസികൾക്ക് അവിടെ ഇരുന്ന് തന്നെ തന്റെ പേരുള്ള ഭൂമിക്ക് അതത് മാസം നികുതി അടയ്ക്കാനുള്ള സംവിധാനം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊണ്ടുവരുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കോളനികൾ എന്നറിയപ്പെട്ടിരുന്ന വിവിധ ഉന്നതികളിലെ ഉടമസ്ഥാവകാശം രേഖപ്പെടുത്താൻ കഴിയാത്ത 30,000 പേരെ 2025 മുൻപ് ഭൂമിയുടെ അവകാശികളാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. കൂടാതെ റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ വകുപ്പുകളുടെ പോർട്ടലുകളെ ഏകീകരിച്ച് എന്റെ ഭൂമി സംയോജിത ഡിജിറ്റൽ പോർട്ടൽ ഒക്ടോബറിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കുട്ടനെല്ലൂരിൽ നിർദ്ദിഷ്ട ഒല്ലൂർ വില്ലേജ് കെട്ടിട നിർമ്മാണ ഭൂമിയിൽ നടന്ന പരിപാടിയിൽ P. ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V. മേനോൻ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷനായ വർഗീസ് കണ്ടംകുളത്തി, കരോളിൻ ജെറീഷ് പെരിഞ്ചേരി, വാർഡ് കൌൺസിലർ നീതു ദിലീഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമായ ഭൂമി ഇനി അതിൻ്റെ കൊടുക്കേണ്ട ഉദ്യോഗസ്ഥൻ ജില്ലാ കളക്ടറായി മാറുന്നതോടെ ആ നടപടികളും വേഗതയിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇങ്ങനെ വരുമ്പോൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് കോളനികളെന്ന പഴയ പേരിൽ അറിയപ്പെട്ട് ബഹുമാനപ്പെട്ട കെ രാധാകൃഷ്ണനായി ഈ ചുമതലയിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം ഇംഗ്ലീഷ് വിഭാഗം ഡയറക്ടർ റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ പൌരോഹിത്യ സുവർണ ജൂബിലി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ധ്യാനകേന്ദ്രം നിർമ്മിച്ചു നൽകുന്ന 50 നിർധന കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും കൈമാറുന്ന രേഖാസമർപ്പണവും 1500 നിർധന കുടുംബങ്ങളെ ജീവിതാന്ത്യം വരെ സൌജന്യമായി പരിപാലിക്കുന്ന 14 സാന്ത്വന കേന്ദ്രങ്ങളുടെ 25ാം വാർഷികാഘോഷവും 100 കിടപ്പ് രോഗികൾക്ക് ജീവിതാന്ത്യം വരെ പരിചരണം നൽകുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ താക്കോൽ സമർപ്പണവും അനാച്ഛാദനവും മുഖ്യമന്ത്രി നിർവഹിക്കും. 23-ന് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30-ന് ഡിവൈൻ ധ്യാനകേന്ദ്രം മലയാളം വിഭാഗത്തിൽ വെച്ച് റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തും. ചാലക്കുടി MP ബെന്നി ബഹനാൻ, കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി, മുൻ MP, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, തൊടുപുഴ MLA PJ ജോസഫ്, തൃശൂർ MLA P. ബാലചന്ദ്രൻ, അങ്കമാലി MLA റോജി M. ജോൺ, പിറവം MLA അനൂപ് ജേക്കബ്, കടുത്തുരുത്തി MLA മോൻസ് ജോസഫ്, പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ, ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് തുടങ്ങി ആധ്യാത്മിക സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. രാവിലെ 11-ന് പൌരോഹിത്യ സുവർണ ജൂബിലേറിയൻ റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ കൃതജ്ഞതാ ബലിയോടെ ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോർജ് പനക്കൽ, ഫാദർ ബിനോയ് ചക്കാനിക്കുന്നേൽ, PJ ആന്റണി, ഔസേപ്പച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു.
അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ രൂപരേഖ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഉൾപ്പാട് ഒരു ഡ്രാഫ്റ്റ് പ്രൊജക്ട് റിപ്പോർട്ട് വേണം. അപ്പം അത് സമർപ്പിച്ചിരിക്കുക. അത് മേലൂർ കൂവക്കാട്ടുകുന്ന് പൌരാവലി ഒരുക്കുന്ന ശ്രാവണ സന്ധ്യ 2024 ഭാഗമായി രണ്ടാമത് ഓണക്കളി മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ഷാജു കോക്കാടൻ അധ്യക്ഷത വഹിച്ചു. MLA സനീഷ് കുമാർ ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സിനിമാ താരം അനിൽ ആന്റോ, സുധീഷ് ചാലക്കുടി എന്നിവർ വിശിഷ്ടാതിഥികളായി. കൺവീനർ CC സജീവ്, ഫാദർ ജോർജ് പുന്നയ്ക്കൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ, പഞ്ചായത്ത് അംഗങ്ങളായ സദീപ് ബാബു, വാസന്തി ചന്ദ്രൻ, CA അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന ടീമിന് MP ചന്ദ്രൻ സ്മാരക എവർ റോളിംഗ് ട്രോഫിയും 2ാം സ്ഥാനം നേടുന്ന ടീമിന് CP സുരേഷ് സ്മാരക ട്രോഫിയും നൽകും. നടന കലാവേദി കാട്ടൂരും യുവധാര കോൾക്കുന്നും തമ്മിലാണ് വാശിയേറിയ മത്സരം. കൂവക്കാട്ടുകുന്ന് മിത്ര കലാവേദിയും മുന്നൂർപ്പിള്ളി ബ്രഹ്മാസ്ത്ര കലാസമിതിയുടെയും വനിതകളുടെ പ്രദർശന ഓണം കളിയും പരിപാടിയുടെ ഭാഗമായി നടത്തിയിരുന്നു. SC/ST വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് പരിധി 2.5 ലക്ഷം എടുത്തുകളയാൻ കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെടണമെന്ന് VT ബൽറാം. കഴിഞ്ഞ 2 വർഷത്തിലധികമായി മുടങ്ങിക്കിടക്കുന്ന ഗ്രാന്റ് ഉടൻ വിതരണം ചെയ്യണമെന്നും വരുമാന പരിധിയില്ലാതെ മുഴുവൻ SC/ST വിദ്യാർത്ഥികൾക്കും ഗ്രാന്റ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഭാരതീയ പട്ടികജന സമാജം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവിന്റെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അയ്യൻകാവ് മൈതാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സമാജം മുൻ സംസ്ഥാന പ്രസിഡന്റ് രാജു കുംബ്ലങ്ങനാട് ഫ്ളാഗ് ഓഫ് ചെയ്തു. കുട്ടൻകുളം പരിസരത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ബാബു അധ്യക്ഷത വഹിച്ചു. ഷൈജു കാവനത്തിൽ, KS അനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ കാതിക്കോട്, കുഞ്ഞമ്പു കല്യാശ്ശേരി, ഷൈജു കാവനത്തിൽ, KC രാജേന്ദ്രൻ, VT ഭരദ്രാജ്, ദീപ്തി ലെനീഷ്, സാവിത്രി ചന്ദ്രൻ, ബിന്ദു ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവ് പിണർമുണ്ട സ്വാഗതവും സംസ്ഥാന ട്രഷറർ VP ദേവി നന്ദിയും പറഞ്ഞു. സംസ്ഥാന സർക്കാർ വരുമാന പരിധിയുടെ പേരിൽ ഒരു പട്ടികജാതി വിദ്യാർത്ഥിക്കും സ്കോളർഷിപ്പ് നിഷേധിച്ചിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ R ബിന്ദു വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പട്ടികജാതി വിരുദ്ധ നിലപാടിനെ തുറന്നെതിർക്കുന്നതിന് പകരം സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനും അതിനായി മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താനുമുള്ള സംഘടനകളുടെ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മന്ത്രി പറഞ്ഞു. പക്ഷേ അവിടുത്തെ പട്ടികജാതി കുട്ടികൾക്ക് രജിസ്ട്രേഷൻ നൽകാത്തത് കാരണം ഏതാണ്ട് 25,000 കുട്ടികൾക്ക് ഈ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഇത് 1 വർഷമല്ല, 2 വർഷമല്ല, കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ടുള്ള കാര്യമാണ്. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് സ്കോളർഷിപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കുട്ടിക്ക് 5 വർഷമായിട്ട് സ്കോളർഷിപ്പ് നൽകുന്നില്ലെങ്കിൽ പിന്നെ ആ സ്കോളർഷിപ്പ് കൊണ്ട് വല്ല കാര്യമുണ്ടോ? 1ാമത്തെ വർഷം ആ കുട്ടി കോളേജിൽ ചേരുമ്പോ ആ വർഷം അവസാനിച്ച് 2ാമത്തെ വർഷത്തെ ഫീസ് അടയ്ക്കുന്നതിന് മുമ്പെങ്കിലും ഇത് കിട്ടിയാലേ ആ കുട്ടിക്ക് പഠനം തുടരാൻ സാധിക്കുള്ളൂ. 1 വർഷമൊക്കെ മാനേജ്മെന്റുകളും സ്ഥാപനങ്ങളും പിടിച്ചു നിൽക്കും, കുറച്ച് സമയം അനുവദിക്കും. അടുത്ത വർഷവും കിട്ടുന്നില്ല. ആകെ 3 വർഷത്തെ കോഴ്സിന് 5 വർഷം ഇത് കാലവിളംബം വരുത്തിയാൽ, ഇത് വൈകിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ആർക്കും പറയാതെ തന്നെ നമുക്കറിയാം. ഈ ഗവൺമെന്റുകൾ വരുത്തി വെക്കുന്ന ഈ വീഴ്ചയ്ക്കാണ് ബഹുമാനിയായ മന്ത്രി അടക്കമുള്ള ആളുകൾ മറുപടി പറയുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം യാത്രികരെ വലച്ചില്ല. KSRTC 12 അധിക സർവീസുകൾ നടത്തി. റൂട്ടിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പലയിടത്തും ഒരുമിച്ച് നടക്കുന്നതിനാൽ ഏകപക്ഷീയമായി റോഡുകൾ അടച്ചുകെട്ടി ഗതാഗതം തിരിച്ചുവിടുന്നതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം ബസ് ഉടമസ്ഥ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ബസ് സമരം പ്രഖ്യാപിച്ചത്. KSRTC ബസ്സുകൾ ഇരിങ്ങാലക്കുട ഡിപ്പോയിൽ നിന്ന് 4, കൊടുങ്ങല്ലൂർ ഡിപ്പോയിൽ നിന്ന് 4, തൃശൂരിൽ നിന്ന് 4 അടക്കം 12 സ്പെഷ്യൽ സർവീസുകൾ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇതുകൂടാതെ സ്ഥിരം സർവീസുകളായ മെഡിക്കൽ കോളേജ് ബസ്, കോയമ്പത്തൂർ ബസ് എന്നിവയും സർവീസ് ഉള്ളതിനാൽ യാത്രക്കാർ മുടക്കം കൂടാതെ യാത്ര തുടരുന്നു. കഴിഞ്ഞ ദിവസം ബസ് ഉടമകൾ സമരം പ്രഖ്യാപിച്ച വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നത് മുതൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് കമന്റുകൾ അധികവും വന്നിരുന്നത്. പോക്സോ കേസിലെ പ്രതിയായ പുത്തൻചിറ പകരപ്പിള്ളി കോളനിപ്പറമ്പിൽ നീരജ് പിടിയിലായി.
അതിജീവിതയെ പലതവണ പീഡിപ്പിച്ച് അതിജീവിതയുടെ നഗ്നചിത്രങ്ങൾ മൊബൈലിൽ പകർത്തി ഭീഷണിപ്പെടുത്തി 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ അപഹരിക്കുകയും ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു. സംഭവശേഷം പല സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചു. നെടുമ്പാശ്ശേരി എയർപോർട്ട് പരിസരത്തു നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മാള SHO സജിൻ ശശിയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അന്വേഷണ സംഘത്തിൽ സീനിയർ CPO PM അഭിലാഷ്, PD ദിബീഷ്, SI മുഹമ്മദ് ബാഷ്, ASI നജീബ്, ഹോംഗാർഡ് വിനോദ് എന്നിവരും ഉണ്ടായിരുന്നു. ആൽഫ പാലിയേറ്റീവ് കെയർ ലിങ്ക് സെന്ററിന് സ്വന്തമായി കെട്ടിടമൊരുങ്ങുന്നു. സ്വാന്തന പരിചരണ രംഗത്ത് 10 വർഷമായി ചാലക്കുടിയിൽ പ്രവർത്തിച്ചു വരുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ ലിങ്ക് സെന്ററിന് സ്വന്തമായി ആസ്ഥാനമൊരുങ്ങുന്നു. മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം 21-ാം തീയതി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ചാലക്കുടി SN ഹാളിൽ മണപ്പുറം ഫിനാൻസ് ചെയർമാൻ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് TO പൌലോസ് അധ്യക്ഷത വഹിക്കും. ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ KM നൂറുദ്ദീൻ ശിലാസ്ഥാപന ഫലകം അനാച്ഛാദനം ചെയ്യുന്നതാണ്. MP ബെന്നി ബെഹനാൻ മുഖ്യാതിഥിയായിരിക്കും. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് രക്ഷാധികാരികളെ ആദരിക്കും. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ് അടക്കം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുന്നതാണ്. 6000 ചതുരശ്രയടി വിസ്തീർണത്തിൽ 3 നിലകളിലായിട്ടാണ് സെന്റർ ഒരുങ്ങുന്നത്. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് TO പൌലോസ്, വൈസ് പ്രസിഡന്റുമാരായ റോസി ലാസർ, AL കൊച്ചപ്പൻ, സെക്രട്ടറി T ഉഷാദേവി, ജോയിന്റ് സെക്രട്ടറി ജോർജ് തോമസ്, ട്രഷറർ ലീല പൌലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ശിലാസ്ഥാപനം ഈ മാസം 21-ാം തീയതി ശനിയാഴ്ച 3 മണിക്കാണ് നടക്കുന്നത്. ആ ശിലാസ്ഥാപന കർമ്മത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് വിശദീകരിക്കാനായിട്ട് ചാലക്കുടി അതാണ് നമ്മളുടെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ചലനശേഷം പരിമിതപ്പെട്ട പക്ഷാഘാതം കൊണ്ട് പരിമിതപ്പെട്ടവർക്ക് വേണ്ട ഫിസിയോതെറാപ്പി, സൗജന്യമായ ഫിസിയോതെറാപ്പി സേവനം നമ്മൾ ഇപ്പോൾ നൽകി വരുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6885 രൂപ, പവന് 5580 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് 26 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ കൂടി. മന്ത്രി K രാജൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം ഇംഗ്ലീഷ് വിഭാഗം ഡയറക്ടർ റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ പൌരോഹിത്യ സുവർണ ജൂബിലി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. SC/ST വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് പരിധി 2.5 ലക്ഷം എടുത്തുകളയാൻ കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെടണമെന്ന് VT ബൽറാം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം യാത്രികരെ വലച്ചില്ല. KSRTC 12 അധിക സർവീസുകൾ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.